മലയാള സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഈ ലോകകപ്പിൽ ഏത് രാജ്യത്തിനൊപ്പമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ കേരളം ഒരു ഉത്സവ നാടായി മാറാറുണ്ട്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും കട്ടൗട്ടുകൾ, ഫ്ലെക്സുകൾ, ആരാധകരുടെ ആഘോഷങ്ങൾ എല്ലാം ചേർന്ന് കേരളം ഫുട്ബോൾ ലഹരിയിൽ മുങ്ങും. പല ടീമുകളും ഇതിനോടൊപ്പം തന്നെ 2 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ചില പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങുമ്പോൾ ചില വമ്പൻ ടീമുകൾ ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം ഏതാണെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ഏതാണെന്നും ഈ ലോകകപ്പ് ആര് നേടുമെന്ന് തീർച്ചയായിട്ടും അതിനു മുമ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ കേരളം ലോകകപ്പിൻ്റെ ആവേശത്തിൻ്റെ ഉച്ചകോടിയിലിരിക്കുമ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ താരങ്ങളൊക്കെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോഹൻലാൽ ഒരു കടുത്ത അർജൻറ്റീനൻ ഫാനാണ്. മോഹൻലാലിന് അടുത്തിടെയായിട്ട് തന്നെ ലയണൽ മെസ്സിയുടെ സൈൻ ചെയ്ത ജേഴ്സി എല്ലാം കിട്ടിയിരുന്നു. മമ്മൂട്ടി കടുത്ത ഒരു ബ്രസീൽ ആരാധകനാണ്. പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിൽ മമ്മൂട്ടി അർജൻറ്റീനയുടെ മാച്ച് കാണാനൊക്കെ പോയിരുന്നെങ്കിലും മമ്മൂട്ടി ഒരു ബ്രസീൽ ആരാധകനാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഒരു പോർച്ചുഗൽ ഫാനാണ്. റൊണാൾഡോയുടെ കട്ട ഫാനായിട്ടുള്ള പൃഥ്വിരാജ് പോർച്ചുഗലിനെയാണ് ഈ വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ജയസൂര്യയാണ്. ജയസൂര്യ ഒരു ഫ്രാൻസ് ആരാധകനാണ്. ജയസൂര്യ പണ്ടുതൊട്ട് ഒരു ഫ്രാൻസ് ആരാധകനായതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിലും ഫ്രാൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫഹദ് ഫാസിൽ ഒരു സ്പെയിൻ ആരാധകനാണ്. പണ്ടുതൊട്ടേ ഫഹദ് ഫാസിൽ സ്പെയിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിലും ഫഹദ് ഫാസിൽ സ്പെയിന് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒരു ഇംഗ്ലണ്ട് ആരാധകനാണ്. സുരേഷ് ഗോപി ഇംഗ്ലണ്ടിൻ്റെ പണ്ടുതൊട്ടേ ഉള്ളൊരു കടുത്ത ആരാധകനാണ്. അടുത്തത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാനും മെസ്സിയുടെ ഭയങ്കര ഒരു ഫാനാണ്. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീനയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ്റെ ഫേവറേറ്റ് ടീം ബ്രസീലാണ്. ഈ വേൾഡ് കപ്പിൽ ബ്രസീൽ ജയിക്കുമെന്നാണ് കുഞ്ചാക്കോ ബോബൻ ആശിക്കുന്നത്. അടുത്തത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ ഒരു കട്ട റൊണാൾഡോ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ണി മുകുന്ദൻ പോർച്ചുഗലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഇന്ദ്രജിത് സുകുമാരനാണ്. ഇന്ദ്രജിത് സുകുമാരൻ ഒരു ഭയങ്കര എംബാപ്പെ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ബിജു മേനോനാണ്. ബിജു മേനോൻ പണ്ട് കാലം തൊട്ട് തന്നെ സ്പെയിൻ്റെ ആരാധകനായിട്ടുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പിൽ ബിജു മേനോൻ സ്പെയിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ ഒരു വെയിൻ റൂണി ഫാൻ ആയതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസൻ ഇംഗ്ലണ്ടിനെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് ഒരു റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് തന്നെ ടൊവിനോ തോമസ് ഈ ഒരു വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ആസിഫ് അലിയാണ്. ആസിഫ് അലി വേൾഡ് കപ്പിൽ ബ്രസീലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് തൊട്ടേ ഒരു ബ്രസീൽ ആരാധകനാണ് ആസിഫ് അലി. അടുത്തത് സിദ്ദിഖാണ്. സിദ്ദിഖ് ഒരു ഭയങ്കര റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെയാണ് സിദ്ദിഖ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ബേസിൽ ജോസഫാണ്. പല ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ ബേസിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു കട്ട റൊണാൾഡോ ഫാനാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോർച്ചുഗലിനെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് നീരജ് മാധവനാണ്. നീരജ് മാധവൻ സ്പെയിൻ ആരാധകനാണ്. അദ്ദേഹം സ്പെയിനാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ ഒരു കട്ട ഇംഗ്ലണ്ട് ഫാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഒരു ലയണൽ മെസ്സി ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ അർജൻറ്റീനിയൻ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ജയറാമാണ്. ജയറാം ഈ ഒരു വേൾഡ് കപ്പിൽ ബ്രസീലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ജയറാം ഒരു ഭയങ്കര നെയ്മർ ഫാനാണ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസനും ഒരു റൊണാൾഡോയുടെ കട്ട ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പോർച്ചുഗലിനെയാണ് ഈ ഒരു വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് സുരാജ് വെഞ്ഞാറമൂടാണ്. സുരാജ് വെഞ്ഞാറമൂട് പണ്ട് തൊട്ടേ ഒരു ഫ്രാൻസ് ആരാധകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ ഫ്രാൻസ് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് നസ്ലിനാണ്. നസ്ലിൻ പൊതുവെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ബ്രസീൽ ആരാധകനാണ്. ഈ ഒരു വേൾഡ് കപ്പിലും അദ്ദേഹം ബ്രസീലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഇംഗ്ലണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മുകേഷാണ്. മുകേഷ് പണ്ട് തൊട്ട് തന്നെ ഒരു ഇംഗ്ലണ്ട് ഫാനാണ്. അദ്ദേഹം ഈ വേൾഡ് കപ്പിലും ഇംഗ്ലണ്ടിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ജോജു ജോർജാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് ഫൈനൽ കാണാനൊക്കെ പോയി അദ്ദേഹം അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം കട്ട ഒരു ലയണൽ മെസ്സി ഫാനാണ്. അടുത്തത് ആൻ്റണി വർഗീസാണ്. ആൻ്റണി വർഗീസ് ഒരു നെയ്മർ ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രസീൽ ടീമിനെയാണ് ഈ വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത്.
അടുത്തത് റഹ്മാനാണ്. റഹ്മാൻ ഒരു റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വർഷവും പോർച്ചുഗലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിരുന്നു. അടുത്തത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗം ഈ ഒരു വേൾഡ് കപ്പിൽ ഫ്രാൻസ് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു എംബാപ്പെ ഫാനാണ്, അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീനും ഒരു ഫ്രാൻസ് ആരാധകനാണ്. അദ്ദേഹവും ഈ ഒരു വേൾഡ് കപ്പിൽ എംബാപ്പയുടെ ഫാനായതുകൊണ്ട് തന്നെ ഫ്രാൻസ് ജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെയും ഒരു അഭിപ്രായം. അടുത്തത് അജു വർഗീസാണ്. അജു വർഗീസ് ഒരു കട്ട ലയണൽ മെസ്സി ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അർജൻറ്റീനിയൻ ടീമിനെയാണ് ഈ വർഷവും സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് ഒരു ബ്രസീൽ ആരാധകനാണ്. പണ്ട് തൊട്ടേ ബ്രസീൽ ലെജൻസിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും ബ്രസീൽ ടീമിനെയാണ് ഇന്ദ്രൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം ഒരു കട്ട റൊണാൾഡോ ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പോർച്ചുഗൽ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് മാത്യു തോമസ് ആണ്. അദ്ദേഹവും പല ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ പൊതുവെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു റൊണാൾഡോ ഫാനാണ്, അതുകൊണ്ട് തന്നെ പോർച്ചുഗൽ ടീമിനെയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാൽ ഒരു അർജൻറ്റീനിയൻ ഫാനാണ്. അദ്ദേഹം ഒരു ലയണൽ മെസ്സിയുടെ ഒരു കട്ട ആരാധകനാണ്. അടുത്തത് ലാലാണ്. ലാൽ ഒരു അർജൻറ്റീൻ ആരാധകനാണ്. കഴിഞ്ഞ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ ലഭിച്ചപ്പോൾ അദ്ദേഹം ഈ അഭിപ്രായം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും അദ്ദേഹം ലയണൽ മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ ഒരു അർജൻറ്റീനൻ ഫാനാണ്. അദ്ദേഹവും ഈ ഒരു വർഷം അർജൻറ്റീനൻ ടീമിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ കടുത്ത ഒരു ബ്രസീൽ ആരാധകനാണ്. പണ്ട് തൊട്ടേ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അദ്ദേഹം ബ്രസീൽ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അടുത്തത് സായ്കുമാറാണ്. സായ്കുമാറും ഒരു ബ്രസീൽ ആരാധകനാണ്. ഈ വർഷവും അദ്ദേഹം ബ്രസീൽ ടീം വേൾഡ് കപ്പ് അടിക്കുമെന്നുള്ള ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ പൊതുവെ അറിയിച്ചിട്ടുണ്ട്. അടുത്തത് ജഗദീഷാണ്. ജഗദീഷ് ഒരു ഫ്രാൻസ് ആരാധകനാണ്. ജഗദീഷും ഇതുപോലെ തന്നെ പണ്ട് തൊട്ടേ ഒരു ഫ്രാൻസ് ആരാധകനായതുകൊണ്ട് ഈ വർഷവും ഫ്രാൻസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് സൗബിൻ ഷാഹിറാണ്. സൗബിൻ ഷാഹിറും ഒരു കടുത്ത ലയണൽ മെസ്സി ഫാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വർഷം ലയണൽ മെസ്സിയും അർജൻറ്റീനയും തന്നെ വീണ്ടും കപ്പടിക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹവും അർജൻറ്റീനയെ തന്നെയാണ് ഈ വർഷവും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മലയാള താരങ്ങളും അവരുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട മത്സരങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത ആ ഒരു ടീം ഏതാണ്? അർജൻറ്റീനയാണോ, അതോ ബ്രസീലാണോ, അതോ പോർച്ചുഗലാണോ, അതോ ഫ്രാൻസ് ആണോ, അതോ സ്പെയിനാണോ, അതോ ഇംഗ്ലണ്ടാണോ, അതോ ഇതുമല്ലാതെ ജർമ്മനിയാണോ? അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. കൂടാതെ തന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുമെന്ന് നിങ്ങൾ കരുതുന്ന ആ ഒരു ടീം ഏതാണ്, അല്ലെങ്കിൽ ആ പ്ലെയർ ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സർപ്രൈസ് റിസൾട്ട് ഏതാണ്, അതും കൂടാതെ ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ലോകകപ്പ് 2026 കിരീടം ഉയർത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം ഏതാണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. മറക്കാതെ കമൻറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക.